ചർച്ചയിലേക്ക് മടങ്ങിയ അഡ്വക്കേറ്റ് രാജേഷ് പിള്ളാട്ട്, നമുക്ക് സമയം കുറവാണ്. താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടപെട്ടതാണ്, അതുകൊണ്ടാണ് താങ്കളിലേക്ക് തന്നെ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താമെന്ന് പറഞ്ഞത്. താങ്കൾ പറഞ്ഞു പൂർത്തീകരിച്ചോളൂ, നമുക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആ വിഷയത്തിനകത്ത് ഇരുമ്പ് തൊട്ടി എന്ന വിഷയത്തിനകത്ത് വ്യാപകമായ ഒരു ചർച്ചയ്ക്ക് ഇനി സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് പരിഹരിക്കപ്പെടാവുന്ന ഏറ്റവും പ്രധാനമായ വിഷയമെന്ന് പറയുന്നത്, എനിക്ക് മുമ്പ് ചർച്ച ചെയ്ത പലരും ഗുരുവായൂർ ആനക്കോട്ടയുടെ വിഷയം വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. എനിക്ക് അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. കാരണം അവിടെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ല മറ്റിതര ക്രയശേഷിയുടെ പ്രശ്നങ്ങളോ ഒന്നും അവിടെയില്ല. അത് നടപ്പിലാക്കപ്പെടാനുള്ള ഒരു ഇച്ഛാശക്തി അവിടുത്തെ ഗവേണിംഗ് ബോഡിക്കും സർക്കാരിനും ഉണ്ടായാൽ മാത്രം മതി. ഒരു വലിയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുവാൻ തന്നെ സാധിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടതോഴന്മാരാണ് ആനകൾ. അതുകൊണ്ട് ആന എന്നത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ഇഷ്ടസമ്പത്തിൽപ്പെട്ടതുമാണ്. അതുകൊണ്ട് അത് പരിപാലിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇനി രണ്ടാമതൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പാപ്പാന്മാരുടെ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ എങ്ങനെ നിയന്ത്രിക്കപ്പെടാമെന്നുള്ളതാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഇതിന് പാപ്പന്മാരെ അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാപ്പന്മാർ ഈ ജോലിയിലേക്ക് കടന്നു വരുമ്പോൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന അവർക്ക് പഠന ക്ലാസ്സുകൾ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പഠന ക്ലാസ്സുകൾ നടത്തിയതിന് ശേഷം വനം വകുപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം വീണ്ടും ടെസ്റ്റും നടത്തി പ്രായോഗിക പരിശീലനം കൂടെ നടത്തിയതിനു ശേഷമാണ് ഗുരുവായൂർ ആനക്കോട്ടയിൽ ജോലി ലഭിക്കുക. അത്രയും കടമ്പകൾ കടന്നെത്തുന്ന ഒരു പാപ്പാൻ ഇത്തരത്തിൽ അനാവശ്യമായ മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നടപടിയെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മറിച്ച് അതിന്റെ കാര്യകാരണങ്ങൾ, അതായത് ഒരു ആനയെ പരിപാലിക്കപ്പെടുന്നതിന്റെ സമയത്തുണ്ടാകുന്ന സാധാരണമായ ശിക്ഷണ നടപടികളുടെ ഭാഗം മാത്രമാണ് എങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്ക്. തീർച്ചയായും, കാരണം ഇത്രയും ഭീമാകാരനായ ഒരു വന്യജീവി മനുഷ്യനോട് ഇണങ്ങണമെങ്കിൽ തീർച്ചയായും ഒരു പക്ഷേ ഈ പാപ്പാനും ആനയും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ കാലങ്ങളായി കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു ഇണക്കം എന്തായാലും ഉണ്ടാകും. അവിടെ എന്താണ് സംഭവിച്ചത് എന്തായാലും കൃത്യമായ അന്വേഷണങ്ങൾ വേണ്ടി വരുന്നുണ്ട്. ശ്രീ വിവേക് വിശ്വനാഥൻ, WEFFA പ്രതിനിധിയാണ്. വിവേക്, ഈ കാട്ടാനകളും നാട്ടാനകളും അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്കറിയാമല്ലോ, ഗുരുവായൂർ ശീവേലിക്ക് കൊണ്ടുവന്ന ആനയ്ക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനം, അതിൽ കോടതിയുടെ ഇടപെടൽ എന്നിവയൊക്കെയാണ്. ഒരു പക്ഷേ അവിടെയും ഈ അതുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ കെടുകാര്യസ്ഥത മൂലമായിരിക്കും ആനകൾക്ക് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നത്. അതിനൊരു പരിഹാരം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ പറഞ്ഞത്. താങ്കൾക്ക് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? അത് കാലങ്ങളായിട്ട് നടക്കുന്ന, ഇപ്പോ ഇതിൽ ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരുപാട്, ഞാൻ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്, അപ്പൊ മുൻപത്തെ ചർച്ചകളൊന്നും ഞാൻ കേട്ടില്ല. എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ ഒരു കെട്ടിയഴിക്കൽ എന്നുള്ള ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് പല ഗ്രൂപ്പുകളിലും ചർച്ചകൾ നടക്കുന്നത്. അത് അനിവാര്യമായ ഒരു കാര്യമാണെന്നും അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നും ഒരുപാട് ആനപ്പാപ്പാന്മാരും പല ചർച്ചകളിലും അഭിപ്രായപ്പെട്ടതായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വീഡിയോ കണ്ടത് നമ്മൾ പൊതുജനങ്ങൾ മാത്രം കണ്ടപ്പോഴാണ് ഇപ്പോൾ ഇത്രയും ഒരു പ്രക്ഷോഭം ഉണ്ടാവാൻ കാരണം. ഇത് ഇവരുടെ ഇടയിൽ സർവ്വസാധാരണമായി എല്ലാ ആനകളും, ഇപ്പൊ 410ഓളം ആനകൾ ഉണ്ടെങ്കിൽ 410ഓളം ആനകളും അനുഭവിക്കുന്ന ഒരു സാമ്പിൾ വീഡിയോ, സാമ്പിൾ മാത്രമാണ് ഇപ്പൊ നമുക്ക് കണ്ടത്. അപ്പോ ഇതുപോലെ വീഡിയോസ് എല്ലാ ആനകൾക്കും വീഡിയോസ് ഉണ്ടാവും. ചിലപ്പോൾ ഇതിലും ക്രൂരമായിട്ടുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഈ ആനകൾ എന്നും മനുഷ്യന്റെ കയ്യിൽ എന്നും ഈ ഒരു ഷെഡ്യൂൾ 1 ആയിട്ടുള്ള കാപ്റ്റീവ് ആനിമൽ ഉള്ള സമയത്തോളം അതിനെ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ ഒരു ശിക്ഷാ നടപടികൾ വേണ്ടി വരും എന്നുള്ളത് ഇവരെല്ലാവരും ഉറപ്പു പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇനി ഒരു കാപ്റ്റീവ് ആനിമൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും, ഉള്ള കാപ്റ്റീവ് ആനിമൽസിനെ നല്ല രീതിയിൽ ഈ പറയുന്ന ചട്ടങ്ങൾ പ്രകാരം മിനിമം ആ ചട്ടങ്ങളെങ്കിലും പാലിക്കപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഈ കെട്ടിയഴിക്കൽ എന്നാണെങ്കിൽ കൂടെ, ഇപ്പൊ ആന വീഡിയോ ഞാൻ മുഴുവൻ കണ്ടില്ലെങ്കിലും ആന കെടുക്കുകയാണ്. ആ കെടുക്കുന്ന ആനയെ പിന്നെ എന്തിനാണ് അടിക്കുന്നത് എന്നുള്ളതാണ്, കെടുക്കാൻ വേണ്ടിയിട്ടാണ് അടിക്കുന്നത് പറയുന്നത്. ഇരുന്നപ്പോഴാണ് അങ്ങനെ ഒരു പ്രഹരം ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഒരു പക്ഷേ അറിയാൻ സാധിച്ചത്. മാത്രമല്ല വിവേക്, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒരു ക്യാപ്റ്റീവ് ആനിമൽ ഇനി ഉണ്ടാവരുതെന്ന് പറയുന്നു, പക്ഷേ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിലേ പറഞ്ഞതാണ്, ഈ ആനകളുടെ ആവാസ വ്യവസ്ഥ ചുരുങ്ങുകയാണ്. കാരണം ആളുകൾ കൂടുതൽ കാടുകളിലേക്ക് ഒരു പക്ഷേ, അല്ലെങ്കിൽ കാടിൻ്റെ അതിർത്തി കടന്നും കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ആളുകളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കയറി വരുന്നതും മനുഷ്യനും മൃഗവും തമ്മിലുള്ള സംഘടനം. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. പക്ഷെ അപ്പോഴൊരു ക്യാപ്റ്റിവിറ്റി അല്ലാതെ അവിടെ മറ്റൊരു മാർഗ്ഗമില്ല എന്നൊരു സാഹചര്യം കൂടി വരുന്നുണ്ട്. ഒരിക്കലുമില്ല. അരിക്കൊമ്പനാണ് അതിനുള്ള എക്സാമ്പിൾ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒരു ട്രാൻസ്ലൊക്കേഷൻ ചെയ്യപ്പെട്ട ഒരു ആനയാണ് അരിക്കൊമ്പൻ. അപ്പൊ അരിക്കൊമ്പനിലൂടെ ഇനിയൊരു ക്യാപ്റ്റീവ് ആനിമലിനെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം സ്റ്റേറ്റ് അതിന് ഹയർ അപ്പീൽ സുപ്രീം കോടതിയിലോട്ട് പോയി, സുപ്രീം കോടതി തള്ളിയതിനു ശേഷമാണ് അരിക്കൊമ്പനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ സ്റ്റേറ്റ് തയ്യാറായത്. അല്ലെങ്കിൽ നേരെ കൂട്ടിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിലോട്ട് പോയി തള്ളി ഇവിടെ വന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ട്.
പറഞ്ഞോളൂ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോ അതായത് ട്രാൻസ്ലൊക്കേഷൻ ചെയ്യാനായിട്ട് അനുവദിക്കണം. നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ക്രാലിലോട്ട്, അതായത് കൂട്ടിലോട്ട് കൊണ്ടുപോയി ട്രെയിൻ ചെയ്യാതെ അനുയോജ്യമായ ഒരു കാർഡിലോട്ട് റേഡിയോ കോളർ ഇട്ടിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക മാത്രമാണ് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിനെ അവിടെ തന്നെ നിർത്താനായിട്ട് എന്തായാലും അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരുപാട് അവർ മോണിറ്റർ ചെയ്യുന്നതിനുള്ള പാകപ്പിഴകൾ കൊണ്ട് ആന പുറത്തു വന്നു, വീണ്ടും ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നമുക്കിപ്പോ ലഭ്യമായ അറിവുകൾ വെച്ച് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അതൊരു ദുരന്തമായി മാറുകയായിരുന്നു എന്നുള്ളതാണ് വിവേക്. അത് ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവുകേട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് റേഡിയോ കോളർ സിഗ്നൽസ് എന്തായാലും 1 മണിക്കൂറിൽ 1 സിഗ്നലെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഒരുപാട് ഫോറസ്റ്റ് ഓഫീഷ്യൽസ് ഉണ്ട്, അവർക്ക് അറ്റ്ലീസ്റ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ആകെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഒരു 10-20 ആനകളുണ്ട്, കേരളത്തില് ഇപ്പോ അരിക്കൊമ്പനുണ്ട്, കർണാടകയിലും ഒരു 20ന്റെ താഴെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത്രയും ആനകളാണ് ഈ സദേൺ സോണിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അത്രയും ആനകൾക്ക് ഒരാനയ്ക്ക് ഒരു ഓഫീസറെ വെച്ചാലും തന്നെ അത്ര ഓഫീസേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടല്ലോ. അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അരിക്കൊമ്പന് 2 പ്രാവശ്യം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൊണ്ട്, അതുകൊണ്ടാണല്ലോ തണ്ണീർക്കൊമ്പനെ കൂട്ടിലോട്ട് പിടിക്കാനത്. മാനന്തവാടിയിൽ പണ്ട് PMP ഇറങ്ങിയ വഴിക്ക് എന്ത് ചെയ്തു, പിടിച്ചു കൊണ്ടുപോയി കൂട്ടിലിടുകയാണ് ചെയ്തത്. അതിനുശേഷം TT7 പിടിച്ചു, അതിനുശേഷമാണ് അരിക്കൊമ്പനെ പിടിക്കാൻ വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പൊ അരിക്കൊമ്പന് ശേഷം ഇനി ഒരു ക്യാപ്റ്റീവ് എലിഫന്റ് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അത് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ ഇപ്പോ ഈ തണ്ണീർക്കൊമ്പനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അരിക്കൊമ്പന്റെ ട്രാൻസ്ലൊക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഓർഡറും ഈ ഓർഡറും തമ്മിൽ എന്താ പറയാ അജഗജാന്തരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഡറാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇനി ഒരു ക്യാപ്റ്റീവ് ആനിമൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു സമാധാനം മാത്രമേ എനിക്ക് ഇപ്പോൾ ഉള്ളൂ. ബാക്കിയുള്ള ആനകളെ എങ്ങനെ രക്ഷിക്കും എന്നുള്ളത് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി സ്ട്രോങ് ആക്കുക. ആനിമൽ വെൽഫെയർ ബോർഡ് നമ്മളെ പോലെയുള്ള 19 റെപ്രസെന്റേറ്റീവ്സിനെ 14 ജില്ലകളിലേക്കായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇനി മീറ്റിംഗിലോട്ട് വരാൻ പോവുകയാണ്. പരമാവധി ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോകളും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോർട്ട് ഓർഡേഴ്സും എക്സിസ്റ്റിംഗ് റൂൾസും ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഫോറസ്റ്റ് ഒഫീഷ്യൽസിനെയും ഡിസ്ട്രിക്ട് കളക്ടറെയും ഇൻസിസ്റ്റ് ചെയ്യും. അത് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമുണ്ട്, അത് നമ്മൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും വരുന്നത്. ഡോക്ടർ PS ഈസ, എന്തായാലും കാലത്തിനൊത്ത് കോലം മാറണം, പല കാര്യങ്ങളിൽ നിന്ന് ആനയെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴും ആനയും മനുഷ്യനും തമ്മിൽ സംഘടനകൾ പതിവാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു ഇണക്കവും അവിടെയുണ്ട്. നമ്മളെ രസിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു സ്നേഹത്തിന്, ഒരു ആനയോടുള്ള കൗതുകത്തിന് ആന അവിടെ വേണ്ടതാണ്. ഈ നിയമങ്ങൾ കൃത്യമായി പരിപാലിക്കപ്പെടുമ്പോൾ ഇതിനൊരു അറുതി ഉണ്ടാകും, ഈ ഒരു സംഘർഷത്തിന് അറുതി ഉണ്ടാകും എന്നുള്ളൊരു വാദം എങ്ങനെ നോക്കിക്കാണുന്നു? പെട്ടെന്ന് പറഞ്ഞു നിർത്തണേ സർ, കാരണം നമുക്ക് സമയം അധികമില്ല, അതുകൊണ്ടാണ്. ആനകളോടുള്ള സ്നേഹം കൂടാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ നാട്ടില് ആനകൾ ഉണ്ടായിരുന്നത് കൊണ്ടും അതിലൂടെ ആളുകൾക്ക് ആനയെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായത് കൊണ്ടുമാണ്. ഇന്നിപ്പോ അഡ്വക്കേറ്റ് രാജേഷ് പറഞ്ഞ ഒരു ഇതുണ്ട്, വിദഗ്ധ സമിതിയില് വിദഗ്ധര് മാത്രമേ മറ്റുള്ള ഒരു സൈഡിലുള്ളവരുണ്ടാവുള്ളൂ. ഗുരുവായൂര് ആന ക്യാമ്പില് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ സമിതി അല്ലെങ്കിൽ അവരുടെ സബ് കമ്മിറ്റി പോയതില് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ ശശികുമാറും കൂടി ഉണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്ന് തോന്നുന്നത് അന്ന് അദ്ദേഹം. പിന്നെ അദ്ദേഹം പറഞ്ഞ ഇതിൽ പരം ഒരു ഗൂഢാലോചന, അതായത് എന്തോ ഒരു ഗൂഢാലോചന ഇതിലുണ്ടെന്ന്. ഇതിങ്ങനെ സ്ഥിരം പറയുന്ന ഒരു സംഭവമാണ്. എല്ലാത്തിലും ഗൂഢാലോചന എന്തിനാ പറയുന്നത്? നമുക്ക് ഈ ഒരു ഇഷ്യൂ നോക്കുക, ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ തോന്നിയ വേറൊന്ന്, ഒരു പ്ലാൻ ഇല്ല നമുക്ക്. ഈ ആന പരിപാലനത്തിന് അവിടെ ഒരു പ്ലാൻ ഇല്ല, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണമെന്ന് കുറെ നാളുകളായി പറയുന്ന, 2013 തൊട്ടെങ്കിലും പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഡോക്ടർ ഇന്ദുചൂടൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സംവിധാനം, ഇവിടെ വരുന്നവര് പണ്ട് നമ്മൾ പറയാറുള്ള നായ കടപ്പുറത്ത് പോയ പോലെ അവിടെ വന്ന് ആനയെ കണ്ടുപോയി, തുമ്പിക്കൈ കണ്ടു, കാല് കണ്ടു, വിശറി പോലുള്ള ചെവി കണ്ടു, വാല് കണ്ടു, അങ്ങനെ പോവാണ്. ആനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ സെന്റർ, ആളുകൾക്ക് ഒരു അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിവുണ്ടാകുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിലുള്ള സെന്റർ അവിടെ ഉണ്ടാകണം, ഒരു ലേണിംഗ് സെന്റർ. ഇതില്ല. ഇത്രയും അധികം ആനയുള്ള വേറൊരു സ്ഥലം, ഇതെല്ലാം നമ്മുടെ പ്ലസ് പോയിന്റ് ആണ്. പക്ഷേ ഏറ്റവും മോശമായിട്ട് ആനകളെ പരിപാലിക്കുന്ന ഒരു സ്ഥലം കൂടിയായി മാറി ഗുരുവായൂർ. വ്യത്യാസം വരട്ടെ എന്നുള്ളതാണ് സമൂഹത്തിന്റെ ഇടപെടൽ, തീർച്ചയായും അതുകൂടി പറയണം. ഡോക്ടർ NC ഇന്ദുചൂടൻ, എല്ലാവരും പറഞ്ഞതുപോലെയാണ്, കൃത്യമായി ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. ഗുരുവായൂരപ്പന്റെ ഇഷ്ടത്തോഴന്മാരാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ വേണം. ആനകൾക്കും ഒപ്പം തന്നെ മനുഷ്യനും ഒരുപോലെ ഇണങ്ങി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു പരിസ്ഥിതി. ഒരു നമ്മുടെ ലോകോത്തര നിലവാരമുള്ള ആനപരിപാലന കേന്ദ്രം, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം പരമ്പരാഗത വിജ്ഞാനവും കൂടി അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. ഭാരതീയരുടെ അഭിമാനമാണ്. ലോകത്തിൽ ആദ്യമായിട്ട് മഹാഭാരത കാലം മുതൽ തന്നെ
ആനയെ ഉപയോഗിച്ച ഒരു രാജ്യമാണിത്. നമ്മുടെ മാതംഗശാസ്ത്രം പോലത്തെ ശാസ്ത്രങ്ങളുണ്ട്. ആ പരമ്പരാഗത വിജ്ഞാനം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുണ്ട് നമ്മുടെ ട്രഡീഷണൽ നോളജ് ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ നമ്മുടെ ഈ ആന പരിപാലനത്തിൻ്റെ ശാസ്ത്രം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ ഈ കാര്യങ്ങൾ ചെയ്യാം. നല്ല ആനപ്പാപ്പാവാനാവാനുള്ള. അപ്പോൾ ബയോളജിയും സുവോളജി മാത്രം പഠിച്ചാൽ, ബയോളജിയും പിന്നെ ആന പരിപാലന നിയമം മാത്രം പഠിച്ചാൽ പോരാ, താന്ത്രികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളും കൂടി അറിയാവുന്ന പാപ്പാന്മാരെ ഇനി മുതൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഈ ആനയിൽ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് പോകുന്ന ആനയ്ക്ക് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ ഇന്നതാണ്. അതുപോലെ തടി വലിക്കുക പോലത്തെ മെക്കാനിക്കലായിട്ടുള്ള ഔട്ട്സൈഡ് ടെമ്പിൾസ് ചെയ്യേണ്ട ആനകൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം വേറെ വേറെയാണ്. നമ്മുടെ പഴയ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഇത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും കള്ളും കുടിച്ച ആന തീർച്ചയായിട്ടും അമ്പലത്തിൽ ചെന്ന് തോന്നിവാസം പെരുമാറും. അപ്രകാരം ഭക്ഷണം കഴിച്ച ജീവനക്കാരും അപ്രകാരം പെരുമാറും. അപ്പോൾ അതുപോലെ ചർച്ച വരുമ്പോഴും ഇപ്പോൾ കാട്ടിൽ അരിക്കൊമ്പിൻ്റെ കാര്യത്തിൽ ചെയ്തും തണ്ണീർക്കൊമ്പിൻ്റെ കാര്യത്തിൽ ചെയ്തും ക്ഷേത്രത്തിൽ ആനയുടെ കാര്യത്തിൽ ചെയ്യേണ്ട അനുവർത്തിക്കേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിലൊരു ക്ഷേത്രശാസ്ത്രമുണ്ടെന്നും സംസ്കാരമുണ്ടെന്നും അതിലെ കൂടി വിദഗ്ധന്മാർ, ഒരു തന്ത്രം അറിയാവുന്ന ഒരാളും വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് അറിയാവുന്ന ആളും വെറ്റിനറി മാനേജ്മെന്റ് അറിയാവുന്ന ആളും ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു വിദഗ്ധ സമിതി, സമഗ്രമായ സംവിധാനം ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാകുന്നുണ്ട്. അഡ്വക്കേറ്റ് രാജേഷ് പരാട്, നേരത്തെ ശ്രീ വിവേക് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കൾ എന്തോ പറയാനുണ്ടായിരുന്നു, പെട്ടെന്ന് പറഞ്ഞോളൂ. അല്ല, ഇനിയൊരു ക്യാപ്റ്റീവ് എലിഫന്റ് ഉണ്ടാവില്ല എന്ന് വിവേക് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇന്ദുചൂടൻ അവരുകൾ പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ക്യാപ്റ്റീവ് എലിഫന്റ് അവസാനിച്ചു. ആകെ ഇനി 310 ആനകളെ കേരളത്തിൽ നാട്ടാനകളായിട്ട് നിലവിലുള്ളൂ. ആ ആനകളുടെ ആയുസുകൾ നമുക്ക് എത്ര വർഷം ഇവിടെ തൃശ്ശൂർ പൂരം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പം ഈ ക്യാപ്റ്റീവ് എലിഫന്റുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഗൂഢാലോചന തന്നെയാണ്. ഡോക്ടർ ഈസ സാർ പറയുന്നത് ഞാനതിന് ശക്തിയുക്തം എതിർക്കുകയാണ്. കാരണം മറ്റൊന്ന്, ഉത്സവ കമ്മിറ്റിക്കാരും ആന ഉടമസ്ഥന്മാരും ഒക്കെ കൂടെ ചേർന്നാണ് ഫോറസ്റ്റുകാർക്കും ഡോക്ടർമാർക്കും കാശ് കൊടുക്കണത് എന്ന് ഒരു ആരോപണം ഇപ്പോൾ ചർച്ചയിലുണ്ടായി. അതുപോലെ തന്നെയല്ലേ? അങ്ങനെ സംഭവം ഉണ്ടോ കേരളത്തിൽ? ഒരു റിപ്പോർട്ട് പോലും ഉണ്ടായതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങളാർക്കും പൈസ കൊടുക്കണില്ല. ആരെങ്കിലും പൈസ വാങ്ങിക്കണതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഈ ക്യാപ്റ്റീവ് എലിഫന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന എഴുന്നള്ളത്ത് എന്ന് പറയുന്നത്, എഴുന്നള്ളത്ത് മേഖല, അത് ക്ഷേത്രം ആ ഒരു സങ്കല്പത്തിന് ഏറ്റവും കൂടുതൽ ജനം കൂടുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ, പള്ളി പെരുന്നാളുകൾ, അല്ലെങ്കിൽ നേർച്ചകൾ, ഇതൊക്കെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ, ഒരു വിഭാഗം വളരെ കുറച്ച് പേരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചില ഉദ്യോഗസ്ഥന്മാർ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. അത് മാത്രമേ ഉള്ളൂ. അപ്പം ക്യാപ്റ്റീവ് എലിഫന്റ് ഇല്ലാതായാൽ ഇത്തരം ഗുരുവായൂർ ആനക്കോട്ടയിൽ ഇത്രമാത്രം കോടി രൂപ മുടക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടുത്തെ ആനകളുടെ എണ്ണം 37-38 മറ്റേ ഉള്ളൂ. ഇപ്പോൾ 53-57 ആനകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 37 ആനകളേ ഉള്ളൂ. പുതിയ ആനകൾ വരുന്നില്ല. അപ്പൊ എത്ര കാലം കൂടി ഉണ്ടാവും അവിടെ ആനക്കോട്ട? ഒരു മറുപടി വിവേക്, പെട്ടെന്ന്, നമുക്ക് സമയം തീർന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന്. നമ്മളാരും ഞാൻ പറയാം, നമ്മളാരും ഈ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഞാൻ പറയാം. അതായത് നമ്മളാരും ഈ പറയുന്ന NGO-കളോ അല്ലെങ്കിൽ ആരും ഇതിന് ആചാരങ്ങൾക്ക് എതിരല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ആചാരം, എനിക്കിപ്പോ ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം നടക്കുകയാണ്, ഞാൻ വീട്ടിലിരിക്കുകയാണ്, എനിക്ക് കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു ആനിമൽ ക്രൂവലിറ്റി അവിടെ ഉള്ളത് കൊണ്ട് എനിക്കത് കാണാനായിട്ട് താല്പര്യമില്ല. ഞാൻ പണ്ടൊക്കെ പോയിരുന്നതാണ്, ഇപ്പൊ ഞാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾക്ക് എല്ലാ ഈ ആചാരം കാണണമെന്നും അവിടെ നടക്കുന്ന അനുഷ്ഠാനങ്ങൾ കാണണമെന്നുണ്ട്. പക്ഷെ ഈ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പണ്ട് നിന്നിരുന്ന ഒരു ആനിമലിനെ വീണ്ടും ക്യാപ്റ്റിവിറ്റിയിലോട്ട് നിർത്തി അതിനെ കൊണ്ട് ആചാരം ചെയ്യിപ്പിക്കുന്നതിനുള്ള എതിർപ്പ് മാത്രമേ നമുക്കുള്ളൂ. ആചാരം നിൽക്കണമെന്നോ പൂരം വേണ്ടെന്നോ അതൊന്നും ആവശ്യമില്ല. കരിമരുന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴും അത്തരത്തിൽ ക്യാമ്പയിൻ വരെ പൊളിഞ്ഞടങ്ങിയതിന്റെ കാരണം ക്ഷേത്രോത്സവങ്ങൾക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാലേ ആനയാണ് ആ പൂരം അത് അത്രയും തീക്ഷ്ണതയോടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ആന ഒഴിവാക്കിയ ഒരു ഉത്സവം മലയാളിക്കില്ല. പക്ഷേ ക്രൂരതകൾ ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ് മിണ്ടാപ്രാണികളോട്. അത് കാട്ടാനയാകട്ടെ നാട്ടാനയാകട്ടെ, അതിന് ഒരു സമഗ്രമായ സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്തേ.